ഹലോ, ഞാൻ കുറേ ദിവസമായിട്ട് എവിടെ പോയെന്ന് നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടാവും. ഞാൻ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയി പിറ്റേ ദിവസം മുതൽ ഇതേ കിടപ്പായി. പനിയായിരുന്നു, ചുമയായിരുന്നു. ഇപ്പം എൻ്റെ ബാഗ് നോക്കിക്കഴിഞ്ഞാൽ ചുക്കാപ്പിയുടെ പൊടി മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ അവസ്ഥ. അപ്പം അതേ ഞാൻ 2 ദിവസം പനി പിടിച്ചപ്പോഴേക്കും എൻ്റെ റൂമാകെ കൊളായിട്ടുണ്ട്. ഒരു മൂലൊക്കെ കസേരയിൽ കുറേ ബുക്ക്, കുറേ ഡ്രസ്സ്, കുറേ ബെഡ്ഷീറ്റൊക്കെ അതെ ജൈവൻ്റെ തൊപ്പി മുതൽ കിടക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ വീട്ടിലെ അവസ്ഥ. ജൈവനെ ഞാൻ അടക്കി ഒതുക്കി ഇരുത്തേക്കാണ്. പനി പിടിച്ചോടുകൂടി അവന് ഇച്ചിരി സുഖമായിട്ടുണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല, പഠിക്കാൻ വിളിക്കുന്നില്ല, ഒന്നുമില്ല. കാരണം അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അമ്മച്ചി അവിടെ കിടന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉമ്മ അവിടെ കിടന്നു, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് പോവില്ലേ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇപ്പം എൻ്റെ മോൻ പാസ്വേഡൊക്കെ കണ്ടുപിടിച്ചെന്നേ ഒരു രക്ഷയില്ല. കാരണം ഒരു വശത്ത് നമുക്ക് എന്തായാലും ഇന്ന് ചുക്കാപ്പി ഉണ്ടാക്കണം. ചുക്കാപ്പി ഉണ്ടാക്കാണ്ട് എൻ്റെ തൊണ്ട ശരിയാവില്ല. ഞാൻ സംസാരിക്കണേൽ ഇപ്പം സംസാരിക്കുമ്പോൾ പകുതി ശ്വാസം കിട്ടണില്ല. എനിക്ക് ശ്വാസം വലിക്കാണ്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സൗണ്ടൊക്കെ കണ്ടില്ലേ, ഏതോ എന്താ. അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് ഇച്ചിരി കൂടുതലാണ്. സംസാരിക്കുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടാണ്. ഇതിപ്പോൾ ഒന്നുകൂടി ഒച്ച കൂടിയേക്കുന്നതാണോ, തൊണ്ട അടഞ്ഞിട്ട്. സാധാരണ എല്ലാവരും ഒച്ച പോവേ ചെയ്യുന്നത്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എൻ്റെ ഫുൾ ഒച്ച തിരിച്ചു വന്ന കൂട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചിരിക്കുന്നതൊക്കെ കേട്ടാണ് എനിക്കെന്നെ തോന്നുന്നത് എന്നൊക്കെ തൊണ്ട തന്നെ വെച്ചിട്ട്. അപ്പം ഇനി നമുക്ക് കുറേ പരിപാടി ഉണ്ട്. ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യും. മെയിനായിട്ട് ചുക്കാപ്പി ഉണ്ടാക്കുന്നു. എൻ്റെ ബാഗ് എന്താ, ഇതിൻ്റെ ഒരു കള്ളി തുറന്നു കഴിഞ്ഞാൽ എന്താ ഇതേപോലെ ഓരോ പീസ് വീതം ഞാൻ വാങ്ങിച്ചു വെച്ചേക്കേ. ഇത് എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള കടയിലാണ് കേട്ടോ. 5 രൂപ ഉള്ളു ചുക്കാപ്പി പൊടിക്ക്. ഞാൻ അന്തം വിട്ട്. 5 രൂപ ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ കാര്യം അങ്ങനെ വെറുതെ ആക്കണ്ടേ. ഇത് അടിപൊളി രസം, നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ കുടിച്ചതിൽ ചില ചുക്കാപ്പിയൊക്കെ കുടിച്ചേനാ ചുക്കാപ്പി കുടിച്ചേനാ ഒന്നിനും കൊള്ളൂല. എന്തായാലും നമുക്ക് ചുക്കാപ്പി ഉണ്ടാക്കാം, വേറെ രക്ഷയൊന്നുമില്ല. അതും കൊണ്ടാണ് ഞാൻ ഇച്ചിരി എണീറ്റ് നടക്കുന്നത്. ചുക്കാപ്പി ഇല്ലാണ്ട് എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല. അയ്യോ നിർത്തിക്കോട്ടാ. എൻ്റെ മോൻ ടാബിൻ്റെ പാസ്വേഡ് കണ്ടുപിടിച്ചു. ഇനി അത് ഇന്നല്ലെങ്കിൽ നാളെ മാറ്റണം. പനി കാരണം ഞാൻ അതൊന്നും നോക്കിയിട്ടുണ്ടായില്ല. കിടപ്പ്. പിന്നെ എൻ്റെ റൂമായിരുന്നത്, ഇതെൻ്റെ റൂമായിരുന്നത്. കണ്ട, എൻ്റെ കെട്ടേണ്ട റൂമാണ്. കെട്ടിക്കഴിഞ്ഞോടുകൂടി ഞാൻ കെട്ടിയോൻ്റെ അടിചാറ്റിയ റൂമാണ്. കണ്ട, എൻ്റെ കലാവിരുദ്ധകൾ ഇതൊക്കെ. ഇപ്പോഴത്തെ കലാവിരുദ്ധ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് ഫുള്ള് ഇവൻ്റെയാണ്. പ്രത്യേകിച്ച് ഒന്നും ചുക്കാപ്പി ഉണ്ടാക്കാൻ പോവാം. ഞാൻ കുറേ നാളത്തേക്ക് ടാഗൊന്നും ഇടണ്ടായില്ല. 2 ദിവസം ഇന്നലെയാണ് മിനിഞ്ഞാന്ന് എൻ്റെ ഓഫീസിലെ വാർഡ്രോബ് തുറന്നതിനപ്പോൾ അതിലിത് കിടക്കണ്. അപ്പം ഞാൻ എടുത്തിട്ടതാണ്. പിന്നെ ഇന്ന് കൊണ്ടുപോയപ്പോൾ അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കണം. അതിന് വേണ്ടി എന്നിട്ട് കൊണ്ടുപോയത്. എന്നിട്ട് അത് അവിടെ കണ്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. എന്താ അവസ്ഥ. ചുക്കാപ്പിയാണോ ചുക്കാപ്പി? എത്ര നല്ലതാന്ന് പറഞ്ഞാലും ഇതിന് 2 തുളസിയിലിട്ട ഇടണം ഗൈസ്. നമ്മുടെ വീട്ടിൽ നിറച്ചിൻ്റെ ഈ ചെറുത് നിൽക്കുന്നതൊക്കെ തുളസിയാണ്. ഓരോന്നായിട്ട് നമുക്ക് കടയിൽ പടി പറിച്ചെടുക്കാം. കിട്ടുന്നില്ല. വിചാരിക്കും നമുക്ക് വല്ല പകലുണ്ടാക്കി പോരുന്നു. പകൽ സമയമില്ല, അല്ലെങ്കിലേ രാവിലെ നടക്കില്ല, ഒന്നാമതേ പാടില്ല. അപ്പം ഇനി നമുക്ക് കുറച്ച് പനിക്കൂർക്കയുടെയും പറിക്കാം. പനിക്കൂർക്ക അത്ര കൂടി ഇഷ്ടം വയ്ക്കുന്നുണ്ട്. നമുക്ക് ഒരു ഇല മതി കേട്ടോ അതിന്.
ഏകദേശം എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇതിലേക്കിടാണ് ഇത്. മോനെ എന്താ കാണിക്കണത്? അവിടെ പോയി നോക്ക്. ഇവിടെ നോക്കണം. ചൂട് 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 മുട്ടത്രയും അതുപോലെത്താണ് ഇതൊക്കെ ഇനി ഫ്രിഡ്ജിൽ കയറ്റണം. ചുക്കാപ്പി റെഡി ആയിട്ടുണ്ട്. കുടിച്ചു കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കുടിച്ച് വല്ലവർക്കും കിടന്നുറങ്ങട്ടെ. അപ്പം എൻ്റെ പനിയൊക്കെ മാറിയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബായ്.